പ്രശസ്ത കാർഡിയാക് സർജൻ കെ എം ചെറിയാൻ അന്തരിച്ചു. ഇന്നലെ രാത്രി ബംഗളൂരുവിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. രാജ്യത്ത് ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് വിടവാങ്ങിയിരിക്കുന്നത്. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ. അരുൺ, പത്മശ്രീ അടക്കം നൽകി രാജ്യം ആദരിച്ചിട്ടുള്ള പ്രതിഭയാണ്. എപ്പോഴായിരുന്നു അന്ത്യം? എന്താണ് വിശദാംശങ്ങൾ? റീജിത്തെ, ഇന്ത്യൻ വൈദ്യശാസ്ത്ര രംഗത്തിന് ഏറെ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് കെ എം ചെറിയാൻ. അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള, രാജ്യത്ത് തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള കാർഡിയാക് സർജനാണ് നമുക്കറിയാം. ഇന്നലെ അർദ്ധരാത്രി ബംഗളൂരുവിലെ മണിപ്പാൽ ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് എന്നതാണ് ലഭിക്കുന്ന വിവരം. അദ്ദേഹം ഇന്നലെ ബംഗളൂരുവിൽ ഒരു വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് എത്തിയത്. ചെന്നൈയിലാണ് നിലവിൽ താമസം. ആ ചടങ്ങിൽ വെച്ച് അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നതാണ് ബന്ധുക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അർദ്ധരാത്രിയോടെ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുകയും ചെയ്തു. നിലവിൽ ചെന്നൈയിൽ നിന്നുള്ള ബന്ധുക്കൾ, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെല്ലാം ഈ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. ഇന്ന് ഉച്ചവരെ മൃതദേഹം ഇവിടുത്തെ ആശുപത്രിയിൽ സൂക്ഷിക്കും. അതിനുശേഷം ചെന്നൈയിലേക്ക് കൊണ്ടുപോകും എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നേരത്തെ റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ വൈദ്യശാസ്ത്ര രംഗത്തിന് ഒട്ടനവധി സംഭാവനകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 1975 ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ അദ്ദേഹം നടത്തിയത്. അതിനുശേഷവും നിരവധി സംഭാവനകൾ അദ്ദേഹത്തിനായി, പ്രത്യേകിച്ച് ഹൃദയ ശസ്ത്രക്രിയ രംഗത്തൊക്കെ പുതിയ രീതികൾ, നൂതന രീതികളൊക്കെ അദ്ദേഹം ആവിഷ്കരിക്കുകയും അത് വിജയകരമായി നടപ്പിലാക്കാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വലിയ ഖ്യാതി അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. 1991 പത്മശ്രീ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വൈദ്യശാസ്ത്ര രംഗത്തിന് വലിയ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ വലിയ നഷ്ടം ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. അടുത്ത ബന്ധുക്കളും. പ്രശസ്ത കാർഡിയാക് സർജൻ ഡോക്ടർ കെ എം ചെറിയാൻ ഇനി ഓർമ്മ. ഇന്നലെ രാത്രി ബംഗളൂരുവിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്.